ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സൂപ്പറല്ലേ? ഞാൻ ഇന്ന് എൻ്റെ 2 സ്കെച്ച് ബുക്സിൻ്റെ പടങ്ങൾ കാണിക്കാൻ പോവാ. അപ്പം നല്ല സൂപ്പറായിരിക്കും. ഞാൻ ഒരു ആർട്ടിസ്റ്റാ. അപ്പോൾ കാണിച്ചു തരാം. 1 സെക്കൻഡ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് സ്കെച്ച് ബുക്ക് ഇൻ മൈ ലൈഫ്. ഞാൻ ഇതിലൊന്നും വരച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ വരച്ച. പിന്നെ ആദ്യം ശരിക്കും ഞാൻ ഇത് വരച്ചായിരുന്നു. അതാ കാണിക്കുന്നത്. ലുക്ക്, ഞാൻ 2 ബ്രെയിൻ ഡ്രോപ്സ് 3. ഞാൻ 41 കാണാൻ പറ്റുമോ ഗൈസ്? 41. പിന്നെ ഞാൻ ഇത് 2. ഓക്കെ, ഇനി ഞാൻ കാണിക്കാൻ പോവാ. ഞാൻ ഗോകുലിനെയും കക്കാശിനെയും വരച്ചിട്ടുണ്ട്. അത് ഇച്ചിരി നിങ്ങൾക്കറിയാം, ഞാൻ ഇച്ചിരി കൊളാക്കി, ഇതാ സ്കേറിയാക്കി കക്കാശിയും. പിന്നെ അടുത്താണ് വരച്ചത്. എൻ്റെ ഫസ്റ്റ് ഞാൻ വരയ്ക്കാൻ തുടങ്ങിയത് 31 ഒക്ടോബർ. കുറെ ബ്രെയിൻ റോട്ട് ഞാൻ വരച്ചിട്ടുണ്ട്. കൊയ്യോ വെറുതെ എക്സസൈസ്. 6, 7. പിന്നെ ഞാൻ കണ്ടുവച്ചത് 100. ഓക്കെ, ഇത് ഞാൻ വെറുതെ ഒരാളെ റോബ്ലോക്സ് ക്യാരക്ടർ ആനിമേ ആക്കാൻ നോക്കിയതാണ്. പക്ഷേ പറ്റിയില്ല. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അടുത്ത കക്കാശി ഞാൻ വെച്ചത്. Look at that. Oh my god. അടുത്ത ബേബി സാജ്, ക്യൂട്ട് ബേബി സാജ. കേപ്പോ ഡീമൻ ഹട്ടേഴ്സ് ഇന്ന്. അടുത്ത ടഞ്ചീറോ ഡീമൻ സ്ലെയർ. അടുത്തത് നറൂട്ടോ. പിന്നെ ഞാൻ എങ്ങനെയോ വരച്ചതാ. ഒരു ഫോട്ടോ നോക്കി എങ്ങനെയോ വരച്ച. അയാളുടെ പേര് എനിക്കറിയില്ല. നറൂട്ടോ. പിന്നെ ഇത്. ഓക്കെ, അടുത്തത് ഗോജോ. ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട. ഇത് നോക്കിക്കേടാ മോനെ. അടുത്തത് ലംബോർഗിനി. അടുത്തത് ഞാൻ ഹലോവിനിൽ വരച്ച ദ സ്ക്രീം. സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. ഇത് നിങ്ങൾ തന്നെ പണ്ട് കാണാൻ തുടങ്ങിയെങ്കിൽ, പണ്ടല്ല, ഈ സെപ്റ്റംബർ ഒക്ടോബർ ആണെങ്കിൽ, അത് ഒക്ടോബർ അപ്പോഴാണെങ്കിൽ നിങ്ങൾ ഇത് ഓർമ്മയുണ്ടായിരിക്കും. എൻ്റെ പണ്ടത്തെ ഇതാ പ്രൊഫൈൽ. പിന്നെ ഇത് ഏതോ ഞാൻ ഇതെൻ്റെ മൈൻഡിനെ വെറുതെ ഞാൻ എന്തായിരിക്കും സോൾഡ് എന്ന് എനിക്കൊരു ഐഡിയ കിട്ടി. അപ്പോൾ ഞാൻ ഇത് വെച്ചു. സൂപ്പർ. ഞാൻ മാർക്കർ വെച്ചാൽ കളർ ചെയ്ത്. എനിക്ക് മാർക്കർ ഉണ്ടായിരുന്നു. അടുത്ത കക്കാശി. ഞാൻ പണ്ടൊക്കെ കക്കാശിയുടെ ഒക്കെ ആയിരുന്നു വരയ്ക്കുന്നത്. ഓൺലി കക്കാശീസ്. ഒരു ട്രോൾ ഫേസ്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനില്ല. ഇത് കാണിക്കാൻ എനിക്ക് ഇഷ്ടം. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഐഷോ സ്പീഡ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് റൊണാൾഡോ. പിന്നെ ട്രോൾ ഫേസ് എഡിറ്റ് വരയ്ക്കാൻ നോക്കിയതാ. ബേബി സാജോ ഇച്ചിരി കൊളമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫേസാണ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലാത്ത. അടുത്തത് ഇത് ഞാൻ വരച്ച എൻ്റെ ചേട്ടനാണ് ഈ ബ്ലൂ ഇങ്ക് വെച്ച് വരച്ച. ഇതും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഈ ബ്ലൂ ഇങ്ക് വെച്ച് ഇവിടെ വെച്ചത് എൻ്റെ ചേട്ടനോ. അപ്പോൾ മൈൻഡ് ചെയ്യണ്ട. ഇതും എൻ്റെ ചേട്ടനോ. എനിക്ക് അത്ര ഇഷ്ടമാണ്. മുഖം എനിക്ക് ഇത്ര ഇഷ്ടമാണ്. നോക്ക്, ഈ ബ്ലൂ എൻ്റെ ചേട്ടൻ വരച്ച. അല്ല, ഈ ബ്ലൂ ബാക്കിയുള്ള ഞാൻ വരച്ച. ഈ ഫേസ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഓക്കെ, അടുത്തത് ഇയാളുടെ പേര് അറിയില്ല. പക്ഷെ ഞാൻ ഒരു ഫോട്ടോ കണ്ടിട്ട്, ഞാൻ ഫോണിൽ വെറുതെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു ഫോട്ടോ കണ്ടു. പിന്നെ അത് ഇങ്ങനെ മെമ്മറൈസ് ചെയ്തിട്ട് അപ്പോൾ മാറ്റി വെച്ചിട്ട് വരച്ച. കറക്റ്റ് ഒരു റെപ്ലിക്ക പോരാ. പിന്നെ ഇയാളുടെ പേര് മറന്നുപോയി. ബാക്കിയെല്ലാം ഞാൻ ഫോട്ടോ നോക്കിയിട്ട് വരച്ചേ. എന്നുവെച്ചാൽ യൂട്യൂബിൽ ആ ഫോട്ടോ കണ്ടിട്ട് മാറ്റി വെച്ചു, മെമ്മറൈസ് ചെയ്ത് വച്ചു. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇപ്പോഴാണ് ഞാൻ മറ്റേ ബ്ലാക്ക് പെൻ വെച്ച്
ഔട്ട്ലൈൻ ചെയ്യാൻ തുടങ്ങിയത്. അപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ ബുക്കിൻ്റെ ലാസ്റ്റ് വൺ. ഓക്കെ, പിന്നെ ഈ ബുക്ക് തീർന്നു. പിന്നെ ഞാൻ എൻ്റെ ഫേവററ്റ് സ്കെച്ച് ബുക്ക് വെസ്റ്റ് നന്ദൂസ് ബുക്ക്. ഓക്കെ, അടുത്തത് ഇത് നിങ്ങൾക്ക് റോബ്ലോക്സ് കളിക്കുമെങ്കിൽ നിങ്ങൾക്കറിയാം. ഹാക്കേഴ്സിനെ അറിയെങ്കിൽ ഗസ്റ്റ് 666 സ്റ്റീല ബ്രാൻഡ്രോട്ടിൻ്റെ ഇത്. പിന്നെ 1x1x1 ജോൺ ഡോ. അടുത്ത എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. മോഗനാണ് ഔട്ട്ലൈൻ ചെയ്തില്ല. ഗോജോ അയ്യേ. ഞാൻ വിചാരിച്ച എൻ്റെ സ്ക്രീനിൽ നിങ്ങൾ പറ്റിക്കാണുന്നു. ഞാൻ ഗ്ലിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നോക്ക്, ഞാൻ ഒരു ബാസ്ക്കറ്റ് പോണ്ടറാണ് വരച്ച. വെറുതെ എൻ്റെ മൈൻഡിലുണ്ട്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ. ഗോജോ തന്നെ. ഇത് നിങ്ങൾക്കിത് അറിയാം. ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ബാഡ് ഹാപ്പനിങ് ഫങ്കിൻ്റെ ലിറിക്സ്. ഓക്കെ, ഇതൊക്കെ ഞാൻ ഷെയ്ഡ് ചെയ്താ. ഈ ബ്ലാക്ക് കണ്ടില്ല, അതൊക്കെ എൻ്റെ ചേട്ടൻ വരച്ചാണ്. ആ മൈൻഡ് ഉണ്ടാകും. എനിക്കങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാനായിരുന്നു, പക്ഷെ എങ്ങനെയോ ഞാൻ വരച്ചു. അടുത്ത സ്ക്വിഡ് ഗെയിമിൻ്റെ സ്ക്വിഡ് ഗെയിം. മറ്റേ അപ്പിൻ്റെ ഒരു വ്യൂ, മുകളിലത്തെ വ്യൂ. ഈ ആനിമൽ ക്യാരക്ടർ, അത് ഫങ് സോങ്ങിൻ്റെ. നിങ്ങൾ മറന്നുപോയി കാണും. ആ പണ്ടത്തെയാണ്. ഇത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാക്കി. ഈ ഒരു ഫങ് സോങ്ങിൻ്റെ ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്. ഇത് മനസ്സിലാവുന്ന അറിയില്ല, പക്ഷെ കക്കാശി ആ മാസ്ക് ഇങ്ങനെ വെച്ചിട്ട് കത്തി പിടിക്കണേ. ഓക്കെ, അടുത്തത് തീരാറായി. കിഡ് ഗോജോ. ഇത് കക്കാശി. എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ കക്കാരച്ചിയ. ഇതും കക്കാശി. ഞാൻ നേച്ചർ വരച്ചതാ വെറുതെ. ഇത് ലൂഫി വൺ പീസ്. അടുത്ത ഞാൻ ഒരു റിയലിസ്റ്റിക് ബലൂണിൻ്റെ പടം 0-4. ഇത് ആദ്യത്തെ 0, അടിപൊളി. അടുത്തത് 4, സൂപ്പർ അടിപൊളി. ഓക്കെ, നിങ്ങൾ ക്രിസ്ത്യൻ ആണെങ്കിൽ നിങ്ങൾ ജീസസിൻ്റെ, പക്ഷെ ഞാൻ ഹിന്ദു. അപ്പോൾ ഞാൻ ആനിമേ ക്രിസ്ത്യൻ വരച്ചു. ഓക്കെ, അടുത്തത് നിങ്ങൾ ആവശ്യം കണ്ടിട്ടുണ്ടെങ്കിൽ രംഗേന അടിപൊളി. പിന്നെ ലാസ്റ്റ് വൺ ഔട്ട്ലൈൻ പറഞ്ഞായി. ഔട്ട്ലൈൻ ചെയ്തിട്ട് വരാം. കുഴപ്പമില്ല, പക്ഷെ ഞാൻ കാണിച്ചു തരാം. ഔട്ട്ലൈൻ മറന്നു. ഇതാണ് എൻ്റെ ലാസ്റ്റ് ഡ്രോയിങ്. ഞാൻ ഇന്ന് വരച്ചത് ഗോജോ. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡ്രോയിങ്സൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.